അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ഞെട്ടലോടെയാണ് ഞാനിക്കാര്യം പറയുന്നത്. ഞെട്ടലുളവാക്കുന്ന വാർത്തയാണെങ്കിലും പലർക്കും ഇത് ഒരു ഞെട്ടലും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത വാർത്തയാണ്. കാരണം ഇതിനപ്പുറവും കേട്ട് മനസ്സ് മരവിച്ചു പോയ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം ഒക്കെ കടന്നു പോകുന്നത്. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. ആ കുട്ടിയുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഉമ്മ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ പുറത്തൊരു ആൾപ്പെരുമാറ്റം. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു മൊബൈൽ ഫോണാണ് കാണാൻ സാധിച്ചത്. ഒച്ച വെച്ചപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ഓടിപ്പോകുന്ന കാഴ്ച തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സഹോദരി കണ്ടു. രണ്ടുപേരും കൂടെ ആ കുട്ടിയെ വിളിച്ചു വരുത്തി. ആ കുട്ടിയുടെ ഉമ്മയെയും അവർ വിളിച്ചു വരുത്തി. സമചിത്തതയോടുകൂടി സംയമനത്തോടുകൂടെ ആ കുട്ടിയെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ കുട്ടിയെ കൂട്ടിയ ഉമ്മ വീട്ടിലേക്കെത്തി. മനസ്സ് ആകെ അസ്വസ്ഥമായി. വീട്ടിലേക്ക് വന്നതിന് ശേഷം വല്ലാതെ കരഞ്ഞു ആ ഉമ്മ. പിന്നീട് എപ്പോഴോ ആ ഉമ്മ ആലോചിച്ചു പോയി, ഇതുപോലൊരനുഭവം കുറച്ച് നാൾ മുമ്പ് തൻ്റെ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾപ്പെരുമാറ്റം കേട്ടിരുന്നില്ലേ? ആരോ അതിലൂടെ പോയതുപോലെ തോന്നിയില്ലേ? അതും ഇവൻ തന്നെ ആയിരിക്കുമോ? ആശങ്ക ഏറി. അങ്ങനെയാണ് അവർ എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നിങ്ങൾ അവനുമായി എൻ്റെ അരികിലേക്ക് വരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ചെറിയ ക്ലാസ്സുകളിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നാമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റോങ് ഇൻഫർമേഷൻസുകളാണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള മക്കളാണ്. ക്യൂരിയോസിറ്റി, ജിജ്ഞാസ കൂടുതലുള്ള പ്രായമാണ്. പക്വതയില്ലാത്ത പ്രായമാണ്. അവർ എന്തും പരിശോധിക്കാൻ തയ്യാറാകും. നമ്മളൊക്കെ കൊറോണ കാലത്ത് പറഞ്ഞല്ലോ, ഭയം വേണ്ട, ജാഗ്രത മതി എന്ന്. ഞാൻ പറയുന്നു, അതുപോരാ. ഭയം വേണം, ജാഗ്രതയും വേണം. ഉള്ളിലുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ആ ഉമ്മ എന്നോട് പറയാണ്, കഴിഞ്ഞ വർഷം അവനെ മതപഠനത്തിന് വേണ്ടി ദർസിൽ പറഞ്ഞയക്കാൻ വേണ്ടി ചർച്ചകൾ നടന്നു. എൻ്റെ കുട്ടി നന്നായി താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ എനിക്ക് മാനസികമായി വല്ലാത്തൊരു വിഷമാണ്. കാരണം കുട്ടിയെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു ഉമ്മമാർക്കും ഒരു ഉപ്പമാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അല്പമെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ അത്തരം വേദികളാണ്. മതപരമായ വിഷയങ്ങളും ഭൗതികമായ ഏത് ഉയർന്ന മേഖലയിലേക്കും നമുക്ക് ഇന്ന് അവസരങ്ങളുണ്ട്. നമ്മുടെ മതനേതാക്കൾ അതിനുവേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഏത് മേഖലയിലേക്കും നമ്മുടെ മക്കൾക്ക് വളർന്നു കയറാനുള്ള എല്ലാ അവസരങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നല്ല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് രക്ഷിതാക്കളായ നാം തന്നെയാണ്. ഞാൻ പറയുന്നു, പലപ്പോഴും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അപ്പുറത്തല്ലേ, അത് ഇപ്പുറത്തല്ലേ, അത് ആ നാട്ടിലല്ലേ, ഈ നാട്ടിലല്ലേ, എൻ്റെ വീട്ടിലേക്ക് അത് വരില്ല, എൻ്റെ മക്കൾ അങ്ങനെ ചിന്തിക്കില്ല എന്ന ഒരു ധാരണയുമായിട്ടാണ് കൂടുതൽ രക്ഷിതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ധാരണ പലപ്പോഴും അബദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കുട്ടികളുടെ വിഷയത്തിൽ ഒരു മൂന്നാം കണ്ണ് തുറന്നു പിടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ കുട്ടികളിൽ കണ്ടാൽ അത് സമചിത്തതയോടുകൂടെ, സംയമനത്തോടുകൂടെ, ഹിക്മത്തോടുകൂടെ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അഭിമാന ബോധമുണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്കും ആ ഒരു അഭിമാന ബോധമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും അവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒരു ഇടപെടലിലേക്ക്, ഒരു നീക്കത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നമ്മൾ അറിയുമ്പോൾ അതിനെ വളരെ സൗമ്യമായി ഇടപെടാൻ നമ്മുടെ ഫാമിലിയിലെ നല്ല പക്വതയുള്ള ഒരാളെ കൊണ്ടുവന്ന് അവനുമായി സംസാരിച്ച് അത് പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിൽ കൊണ്ടുപോയി ആ വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഒച്ച വെച്ച് ബഹളുണ്ടാക്കി ബോധം നഷ്ടപ്പെടുത്തി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ആ കുട്ടിയെ വഷളാക്കിയിട്ട് വീണ്ടും അവനെ ആ തെറ്റിലേക്ക് സമ്മർദ്ദപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ കടക്കരുത്. നമ്മുടെ സിറ്റുവേഷൻസുകളെ മനസ്സിലാക്കി അതിനനുസൃതമായി വളരെ ഫ്രണ്ട്ലിയായി സൗഹൃദപരമായി മക്കളുമായിട്ട് സംവദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഉള്ളിലുള്ള സ്നേഹം അത് ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് പല രക്ഷിതാക്കളും വൻ പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും
പല തെറ്റുകളിലേക്കും അവർ ചെന്നെത്തിപ്പെടുന്നത് യാഥാർത്ഥ്യത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.